നമസ്കാരം. എപ്പോഴും നമ്മൾ പറയുമല്ലോ ഈ രാമരാജ്യം രാമരാജ്യം. എന്താണ് രാമരാജ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് രാമരാജ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നല്ല ഉത്തമനായിട്ടുള്ള ഒരു ഭരണാധികാരി, അതേപോലെ നല്ല സമ്പന്നമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഒരു രാജ്യം, അതിലേറെ ഉത്തമരായിട്ടുള്ള പ്രജകൾക്ക് ദാരിദ്ര്യമില്ല, അവർക്ക് ദുഃഖമില്ല, അവർക്ക് അനാവശ്യമായിട്ട് പണത്തിൻ്റെ ആവശ്യമില്ല. അവർ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കി അവർ ജീവിക്കുന്നു. അവർക്ക് അത് തന്നെ ധാരാളമാണ്. അങ്ങനെ ഉത്തമനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് നല്ലതായിട്ടുള്ള ഒരു രാജ്യത്തിന് കാരണമാകുന്നുള്ളൂ. നല്ലൊരു രാജാവാണ് നല്ല ഒരു രാജ്യത്തിൻ്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത്. അങ്ങനെ നല്ല ഉത്തമനായിട്ടുള്ള ഒരു ഭരണാധികാരി ഭരിക്കുന്ന രാജ്യത്തെ പ്രജകൾ ഉത്തമ പൗരന്മാരാകും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതായിരുന്നു രാമരാജ്യം. അതായത് ഒരിക്കൽ ഭോജരാജാവിൻ്റെ കൊട്ടാരത്തിലാണ് കവി അരങ്ങ് നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു കവി ഒരു കവിത പാടി. അതായത് അതിൻ്റെ അർത്ഥം ഇതായിരുന്നു: ആ ഭോജരാജാവ് രാമന് തുല്യനാണെന്നും അദ്ദേഹത്തിൻ്റെ രാജ്യം രാമരാജ്യത്തിന് തുല്യമാണ് എന്നും അർത്ഥം വരുന്ന ഒരു കവിതയായിരുന്നു ആ കവി പാടിയത്. അപ്പോൾ ഇത് കേട്ട അവിടെ ഇരുന്നവരെല്ലാം കൈയടിച്ചു. അപ്പോൾ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. രാജാവിനെ പുകഴ്ത്തി കവിത പാടിയതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തെടുത്ത് ഒരു കാക്ക അങ്ങോട്ട് പറന്നു വന്നിട്ട് ഈ കവിയുടെ തലയിൽ അങ്ങ് കാഷ്ടിച്ചു. അപ്പോൾ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല നമ്മുടെ കവി അങ്ങ് ആകെ വിഷണ്ണനായി വിഷമിച്ച്. അപ്പോൾ രാജാവ് പ്രജകളോട് തൻ്റെ സൈന്യത്തോട് പറഞ്ഞു, അല്ലെങ്കിൽ തൻ്റെ ഭടന്മാരോട് പറഞ്ഞു ഈ കാക്കയെ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ കാക്ക പറഞ്ഞു, പ്രഭു അങ്ങ് ദേഷ്യപ്പെടരുത്, ഈ കവി പറഞ്ഞത് കള്ളമാണ്. അതായത് അങ്ങ് രാമനുമല്ല, അങ്ങയുടെ രാജ്യം രാമരാജ്യവുമല്ല. അപ്പോൾ എൻ്റെ കൂടെ വന്നാൽ ഞാനത് അങ്ങേക്ക് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ രാജാവും മന്ത്രിമാരും കവിയുമെല്ലാം കൂടി നമ്മുടെ കാക്കയുടെ പുറകെ പോകുന്നു. കാക്ക അതൊരു ഗുഹയുടെ മുന്നിൽ നിൽക്കുന്നു. ഗുഹയ്ക്ക് അകത്തേക്ക് കയറുന്നു. പുറകെ രാജാവും മന്ത്രിമാരും കവിയെല്ലാം അകത്തേക്ക് കയറുന്നു. അപ്പോൾ അവിടെ കുറേ മണ്ണ് കൂട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ കാക്ക പറഞ്ഞു, ഈ മണ്ണൊന്ന് മാറ്റി തരുമെന്ന്. അപ്പോൾ മണ്ണ് മാറ്റിയപ്പോൾ എന്താണ്, നിറച്ച് ഒരു കുടം നിറയെ രത്നങ്ങളാണ് അതിനകത്ത്. ഒരു കുടം നിറയെ രത്നങ്ങൾ. അപ്പോൾ കാക്ക പറഞ്ഞു, ഇത് രാമൻ്റെ കാലത്തുണ്ടായിരുന്ന രാമരാജ്യത്തുണ്ടായിരുന്ന രത്നങ്ങളാണ്. അപ്പോൾ അതിനൊരു കഥയുണ്ട്. അതായത് ഒരിക്കൽ രാമരാജ്യത്ത് ഒരു ഭയങ്കരനായിട്ടുള്ള ഒരു ധനികനുണ്ടായിരുന്നു. അപ്പോൾ ഈ ധനികന് മക്കളില്ല. അപ്പോൾ ധനികൻ അപ്പോൾ അദ്ദേഹം എന്തെടുത്തെന്നറിയാം, ഒരു നേർച്ച നേർന്നു. തനിക്കൊരു സന്തതി ഉണ്ടായാൽ രാജാവിന് ഒരു കുടം നിറയെ രത്നങ്ങൾ സമർപ്പിക്കാമെന്നൊരു നേർച്ച നേർന്നു. അങ്ങനെ എന്തായാലും ദൈവാധീനം കൊണ്ട് അദ്ദേഹത്തിന് ഒരു സന്തതി ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേർച്ചപ്രകാരം ഒരു കുടം രത്നങ്ങളുമായി രാജാവിനെ മുഖം കാണിക്കാൻ എത്തുന്നു. അപ്പോൾ രാമൻ പറഞ്ഞു, വേണ്ട, എനിക്ക് രത്നങ്ങളുടെ ആവശ്യമില്ല, നമ്മുടെ രാജ്യത്തുള്ള ഏതെങ്കിലും ദരിദ്രരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുമെന്ന് നമ്മുടെ രാമൻ ആജ്ഞാപിക്കുന്നു. അപ്പോൾ അവിടെ ആരെങ്കിലും ദരിദ്രരുണ്ടോ എന്ന് തിരക്കുന്നു. ആരും ദരിദ്രരായിട്ടുള്ളവരാരുമില്ല. എല്ലാവരും സന്തുഷ്ടരാണ്. എല്ലാവരും ജോലി ചെയ്ത് എല്ലാവരും ഇഷ്ടം പോലെ കാശുണ്ട്. ആർക്കും ഈ രത്നങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ രാജാവ് പറഞ്ഞൊരു കാര്യം ആർക്കെങ്കിലും രത്നം ആവശ്യമുള്ളതായിട്ട് വരും, അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴും ആർക്കും രത്നങ്ങൾ വേണ്ട. കാരണം അവിടെ അതിൻ്റെ ആവശ്യമില്ല. അവരെല്ലാം കഷ്ടപ്പെട്ട് ജോലിയുള്ള സന്തോഷവാന്മാരാണ്. അവരെല്ലാവരും ജോലി ചെയ്ത് ഇഷ്ടത്തിലധികം കാശുണ്ട്. അവർക്ക് ഈ ആരുടെ ഔദാര്യം കിട്ടുന്ന രത്നവും കാശൊന്നും വേണ്ട. അതായിരുന്നു രാമരാജ്യത്തെ പ്രജകൾ. അപ്പോൾ നമ്മുടെ കാക്ക പറഞ്ഞു, പ്രഭു അങ്ങനെ ഉള്ളതാണ് ഈ രത്നങ്ങൾ. അപ്പോൾ അന്ന് അത് ഇവിടെ കൊണ്ടുവന്ന് ആർക്കും വേണ്ടത് കുഴിച്ചിട്ട സംഭവമാണിത്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തേ, അങ്ങ് ഇപ്പോൾ ഈ തുറന്ന അങ്ങയുടെ മന്ത്രിമാരും ഒക്കെയാണല്ലോ ഇത് തുറന്നത്, അപ്പോൾ ഈ മണ്ണ് മാറ്റിയത്, അപ്പോൾ അവരോടൊന്ന് പറയൂ, അവരുടെ കൈ ഒന്ന് തുറക്കാൻ പറയൂ. എന്തിനു പറയുന്ന രാജാവ് പറയും, നിങ്ങളുടെ കൈകളെല്ലാം ഒന്ന് മലർത്തി കാണിക്കൂ. അപ്പോൾ ആ കൈ മലർത്തിയവരുടെ എല്ലാം കയ്യിൽ ഈ രത്നങ്ങൾ ഇരിപ്പുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ ആ തക്കത്തിന് അവിടുന്ന് അടിച്ചു മാറ്റാൻ നിൽക്കുന്നു. നമ്മുടെ ഭോജരാജാവിൻ്റെ മന്ത്രിമാർ ആ മണ്ണ് മാറ്റി തക്കത്തിന് അവിടുന്ന് അടിച്ചു മാറ്റുന്നു. അപ്പോൾ രാമൻ്റെ രാജ്യത്തെ പ്രജകളും ഭോജരാജാവിൻ്റെ പ്രജകളും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ കാക്ക രാജാവിന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഉത്തമനായ ഒരു രാജാവ് ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രജകളും അവിടുത്തെ ആ രാജ്യവും സമ്പന്നമായിരിക്കും,
സന്തോഷകരമായിരിക്കും, സന്തുഷ്ടമായിരിക്കും. ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ ഏറ്റവും മെയിനായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് തൻ്റെ പ്രജകളുടെ ക്ഷേമമായിരിക്കണം. അതായിരിക്കണം ഒരു ഭരണാധികാരിയുടെ തപസ് എന്ന് പറയുന്നത്. അദ്ദേഹം സ്വന്തം കുടുംബമോ സ്വന്തം ജനങ്ങളോ അല്ല നോക്കേണ്ടത്. ഒരു രാജ്യത്തെ ജനങ്ങളുടെ സന്തോഷം, അവരുടെ താല്പര്യങ്ങളെ മുൻനിർത്തി ഭരിക്കുക. അതാണ്. അങ്ങനെ ഭരിക്കുന്ന ഒരു രാജ്യത്ത് നല്ല ജനങ്ങളുണ്ടാവും, സത്യസന്ധരായിട്ടുള്ള ജനസമൂഹങ്ങളുണ്ടാകുന്നു. അവർക്ക് ആരുടെയും മുതൽ വേണ്ട, അവർ കക്കുന്നില്ല, അവരൊരു ചതിയും ചെയ്യുന്നില്ല, ഒരു വഞ്ചനയും ഇല്ലാത്ത രാജ്യം, നാട്. അതായിരുന്നു രാമരാജ്യം. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്. നല്ല ഭരണം, നല്ല രാജ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് രാമരാജ്യമാണ്. അതായത് രാമൻ അത്ര നല്ല ഒരു ഭരണാധികാരിയായിരുന്നു. രാമൻ്റെ രാജ്യവും രാമൻ്റെ പ്രജകളും അത്രയ്ക്ക് നല്ല, എവിടെയും നമുക്ക് ഉത്തമ ഉദാഹരണമായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതയുള്ള ആ ഒരു സംഭവം തന്നെയായിരുന്നു. അതിനകത്ത് യാതൊരു മാറ്റമില്ല. അതാണ് രാമരാജ്യം എന്നതിന് ഇന്നത്തെ സമൂഹത്തിൽ ഇത്രയേറെ പ്രസക്തി ഉണ്ടാകുന്നത്. അപ്പോൾ അതേപോലെയുള്ള നമ്മുടെയൊക്കെ ഇന്നത്തെ ഭരണാധികാരികളൊക്കെ വെച്ച് നോക്കുമ്പോൾ രാമൻ എത്രയോ വ്യത്യസ്തനാണ്. അപ്പോൾ ഇന്നത്തെ ഭരണാധികാരികൾ നമുക്കറിയാം, അവർ എങ്ങനെയൊക്കെ ഭരണം തട്ടിയെടുത്തിട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവർ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭരിക്കാനായിട്ടിരിക്കുന്നു. ജനങ്ങളെ പറ്റിച്ചും വെട്ടിച്ചും എവിടെ നിന്നെല്ലാം തട്ടിയെടുക്കാമോ അവിടെ നിന്നെല്ലാം തട്ടിയെടുത്ത് അവരുടെ അക്കൗണ്ടിൽ പൈസ ആക്കുന്നു, അവരുടെ പേരിൽ വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുന്നു, അങ്ങനെ എന്തെല്ലാം ഇവിടെല്ലാം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് രാമരാജ്യത്തിൻ്റെ പ്രസക്തിയും. അതും ഈ സമയത്ത് നമുക്ക് എന്നെങ്കിലും ഒരു നാളിൽ നമുക്ക് അതേപോലെയുള്ള നല്ലൊരു ഭരണാധികാരി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഭരണാധികാരികൾ ഉണ്ടാകുമോ, പോട്ടെ അതേപോലെയുള്ള നല്ല രാജ്യമുണ്ടാകുമോ, നല്ല പ്രജകളുണ്ടാകുമോ. ഇന്നത്തെ പ്രജകൾ എന്താണ്? ഭരണാധികാരികളെക്കാൾ കള്ളന്മാരും കൊള്ളക്കാരുമാണ് ഇന്നത്തെ പ്രജകൾ. കാരണം അതാണ് അങ്ങനെ. ഈ ഭരണാധിപന്മാരുടെ കുഴപ്പം കൊണ്ടാണ് പ്രജകൾ അങ്ങനെ പോകുന്നത്. എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് രാമനെ പോലെയുള്ള ഒരു ഭരണാധികാരിയും രാമരാജ്യം പോലത്തുള്ള ഒരു രാജ്യവും അതേപോലെയുള്ള സന്തുഷ്ടരായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള പ്രജകളെയും കിട്ടിയെങ്കിൽ എന്ന് നമുക്ക് വെറുതെ ഒന്ന് സ്വപ്നം കാണാം, അല്ലേ? വെറുതെ ഒരു പാഴ്സ്വപ്നം.